കൂവ കളച്ചെടുക്കുമ്പോ കിഴങ്ങിന്റെ തുമ്പൊടിച്ച് നടുന്നതിന്റെ കൂടെ ഞാൻ ചിലപ്പോ തണ്ട് നടാറുണ്ട്. കൂവയുടെ കിളിർപ്പുകളും നടാൻ ഉപയോഗിക്കാം. കിഴങ്ങുകൾ വിളവെടുക്കുന്ന സമയത്ത് തന്നെ കിളിർപ്പുകൾ മാറ്റി വാരം കോരി 30 മുതൽ 45 സെന്റിമീറ്റർ വരെ അകലത്തിൽ നടണം. ഈ കിളിർപ്പുകളിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ ചെടികളെ പിഴുതെടുത്ത് തണ്ടും വേരും അടങ്ങുന്ന 10 സെന്റിമീറ്റർ നീളത്തിലുള്ള ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രധാന കൃഷിയിടത്തിൽ നടാൻ ഉപയോഗിക്കാം. നിലമൊരുക്കി നടുന്ന കാര്യം കൂടി പറഞ്ഞു തരണം. കൃഷിഭൂമി 2 or 3 തവണ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തി എടുക്കണം. ഉദ്ദേശം 20 സെന്റിമീറ്റർ മുതൽ 25 സെന്റിമീറ്റർ വരെ ആഴത്തിൽ മണ്ണിളക്കി നിലം തട്ടിനിരപ്പാക്കണം. സൗകര്യമുള്ള നീളത്തിൽ 1 മീറ്റർ വീതിയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ വരെ പൊക്കത്തിൽ വാരങ്ങൾ എടുക്കണം. ഈ വാരങ്ങൾ തമ്മിൽ ഏകദേശം 50 സെന്റിമീറ്റർ അകലമുണ്ടായിരിക്കണം. ഇതിൽ നേരത്തെ തയ്യാറാക്കിയ കിഴങ്ങ് കഷ്ണങ്ങൾ ഒരു വരിയിൽ 15 സെന്റിമീറ്റർ അകലത്തിലും വരികൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലത്തിലും ഏകദേശം 7 സെന്റിമീറ്റർ ആഴത്തിലും നടണം. തെങ്ങിന് ഇടവിളയായി കൂവ കൃഷി ചെയ്യുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തെങ്ങിൻ ചുവട്ടിൽ നിന്ന് ഏകദേശം 2 മീറ്റർ വരെയുള്ള സ്ഥലം ഒഴിവാക്കണം. ബാക്കിയുള്ള സ്ഥലത്ത് തെങ്ങുകളുടെ ഇടയിലായി കൂവ നടാം. തെങ്ങിന്റെയും കൂവയുടെയും വളർച്ചയ്ക്ക് പ്രത്യേകം വളം നൽകണം. എനിക്ക് വാഴകൃഷിയുണ്ട്. വാഴത്തോട്ടത്തിൽ കൂവ നടാമോ? വാഴത്തോട്ടത്തിലും ഇടവിളയായി കൂവ നടാം. വാഴകൾ തമ്മിൽ 2 മീറ്റർ അകലത്തിൽ നട്ട ശേഷം വാഴയുടെ ചുവട്ടിൽ നിന്നും 1 മീറ്റർ അകലത്തിൽ കൂവ നടാം. വാഴയ്ക്കും കൂവയ്ക്കും പ്രത്യേകം വളപ്രയോഗവും മറ്റു കൃഷിപ്പണികളും ചെയ്യണം. വാരം കോരി കൂവ നട്ടിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? കൂവ നട്ട ഉടൻ കരിയിലയോ പച്ചിലയോ തെങ്ങോലയോ കൊണ്ട് പുതയിടണം. ഇങ്ങനെ പുതയിടുന്നത് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നട്ട കിഴങ്ങ് കഷ്ണങ്ങൾ ഉദ്ദേശം 20 ദിവസം കൊണ്ട് മുളയ്ക്കും. ഇതുവരെ കൂവയ്ക്ക് ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല. ഇനി നടുമ്പോ വളം ചെയ്യണോ? സാധാരണയായി കൂവയ്ക്ക് വളം നൽകാറില്ല. എന്നാൽ കനത്ത വിളവ് ലഭിക്കുവാൻ വളപ്രയോഗം ആവശ്യമാണ്. വീട്ടുവളപ്പിൽ ജൈവ വളപ്രയോഗമാണ് കൂവ കൃഷിക്ക് നല്ലത്. പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ കീഴിൽ കർഷകരുടെ വീട്ടുവളപ്പുകളിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും സെന്റ് ഒന്നിന് 60 കിലോഗ്രാം ചാണകത്തിൽ അസോസ്പൈറിലം, ഭാവകം ലയിപ്പിക്കുന്ന ജീവാണുക്കൾ എന്നീ ജീവാണു വളങ്ങൾ ഓരോന്നും 12 ഗ്രാം വീതം കൂട്ടിക്കലർത്തി കൊടുത്തപ്പോൾ അധിക വിളവും ആദായവും ലഭിച്ചതായി കണ്ടു. എന്നാ ഞാനും അങ്ങനെ ചെയ്യാം. കിളച്ചെടുക്കുമ്പോ കൂടുതൽ കിഴങ്ങ് കിട്ടുമല്ലോ. കൂവ വളർന്നു വരുമ്പോ ഇട കിളയ്ക്കണോ? കൂവ നട്ട് ആദ്യത്തെ 3-4 മാസം കളകളില്ലാതെ കൃഷിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. ഇതിനായി നട്ട് 2-ാം മാസവും 4-ാം മാസവും ഇടയിളക്കി കളകൾ മാറ്റി മണ്ണ് കൂട്ടി കൊടുക്കണം. കൂവയ്ക്ക് വെള്ളം നനയ്ക്കണോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പ്രത്യേക ജലസേചനം ഇല്ലാതെ കൂവ വളരും. എങ്കിലും വേനലിൽ നനയ്ക്കുന്നത് കൊണ്ട് വിളവ് വർദ്ധിപ്പിക്കാം. നട്ട് ആദ്യത്തെ 3-4 മാസം വരൾച്ച അനുഭവപ്പെട്ടാൽ ആഴ്ചയിൽ 1 നന നൽകുന്നത് നല്ലതാണ്. വെള്ളവും വളവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമ്പം ദാ വരണം തൊരപ്പൻ. കൂവ കിഴങ്ങ് മാന്താൻ എലി വരും. അടിവില്ല് വെച്ച് ഞാൻ പിടിക്കും. എലിശല്യം കുറയ്ക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട് സുമാര. കൂവയ്ക്ക് ചുറ്റും ചെത്തിക്കൊടുവേലി നട്ടുപിടിപ്പിച്ചാൽ മതി. കാര്യമായ മറ്റു കീടരോഗബാധ കൂവ കൃഷിയിൽ ഉണ്ടാകാറില്ല. നട്ട് ഏകദേശം 8-10 മാസം ആവുമ്പോ കൂവച്ചെടി മഞ്ഞിച്ച് ഉണങ്ങി കരിഞ്ഞു പോകും. അപ്പോ വിളവെടുക്കാം. ആഴത്തിൽ കിളച്ച് ചെടികളെ കുഴിച്ചെടുത്ത് കിഴങ്ങുകൾ ചെടിയിൽ നിന്നും മാറ്റിയെടുക്കണം. ഉദ്ദേശം 80 കിലോ മുതൽ 100 കിലോ വരെ കിഴങ്ങ് ഒരു സെന്റിൽ നിന്നും കിട്ടും. കിഴങ്ങിന്റെ കനം കുറഞ്ഞ തുമ്പൊടിച്ച് നടാനെടുക്കാം. കൂവക്കിഴങ്ങിന്റെ ചെടിയോട് ചേർന്ന ഭാഗമാണ് തുമ്പെന്ന് സുമാരൻ പറഞ്ഞത്. ആ ഭാഗത്ത് അന്നജം കുറവാണ്. അതിനാലാണ് ആ ഭാഗം മുറിച്ചു മാറ്റി നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. കിഴങ്ങിന്റെ ശേഷിക്കുന്ന ഭാഗം മണ്ണും വേരും നീക്കി വൃത്തിയാക്കണം. വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ കൂവക്കിഴങ്ങിൽ നിന്നും മാവെടുക്കണം. വൈകുന്തോറും കിഴങ്ങിൽ മുള പൊട്ടുകയും അതിൽ അന്നജത്തിന്റെ അളവിലും ഗുണത്തിലും കോട്ടം തട്ടുകയും ചെയ്യും. വിത്ത് കിഴങ്ങ് തണലിൽ നിരത്തിയിട്ട് അടുത്ത മഴക്കാലം വരെ സൂക്ഷിക്കാം. മഴക്കാല ആരംഭത്തോടെ നടുകയും ചെയ്യാം. കൂവ കിളച്ചെടുത്ത കുറെ കിഴങ്ങ് ഞങ്ങൾ അവിച്ചു തിന്നാനായി മാറ്റിയിടും. ഉപ്പും ചേർത്ത് അവിച്ചു തിന്നാൻ നല്ല രുചിയാണ് കൂവക്കിഴങ്ങിന്. വീട്ടിലെ വൈകുന്നേരത്തെ ആഹാരം അത് തന്നെ. വയറിനും സുഖം. കൂവക്കിഴങ്ങിൽ എളുപ്പം ദഹിക്കുന്ന അന്നജം ധാരാളം ഉള്ളതിനാലാണ് അത് നല്ല ആഹാരമാകുന്നത്. നാരിന്റെ അംശം കൂടുതൽ ഉള്ളതിനാൽ വയറിന് സുഖം തോന്നും.
കിഴങ്ങ് കിളച്ചെടുത്താൽ ഉടൻ മാവെടുക്കണമെന്ന് സാറ് പറഞ്ഞല്ലോ. മാവെടുക്കാനായി കിഴങ്ങ് ഉരയ്ക്കുന്നതാണ് ഏറ്റവും പാട്. തകരത്തകളിൽ ആനിയടിച്ച് ഓട്ടകളിട്ട് മുള്ളുവിനെ ഉണ്ടാക്കി അതിൽ ഉരച്ചാണ് മാവെടുക്കുന്നത്. ഉരച്ചൊരച്ച് കൈ കഴയ്ക്കും. കൈ കഴയ്ക്കാതെ കിഴങ്ങ് ഉരയ്ക്കാൻ ഇപ്പോൾ ലഘുയന്ത്രങ്ങളുണ്ട് സുമാര. നന്നായി കഴുകി വൃത്തിയാക്കിയ കിഴങ്ങുകളെ യന്ത്രം ഉപയോഗിച്ച് ഉരച്ച് പൾപ്പാക്കി മാറ്റണം. ഈ പൾപ്പിനെ ശുദ്ധജലത്തിൽ കലക്കി അരിപ്പയോ തുണിയോ ഉപയോഗിച്ച് അരിച്ച് നാരുകളും മറ്റവശിഷ്ടങ്ങളും മാറ്റണം. ഈ ലായനി ഒരു ടാങ്കിലേക്കോ വലിയ പാത്രത്തിലോ ഒഴിച്ച് പാൽ പോലെയുള്ള ദ്രാവകം അടിയാനായി വെക്കണം. ഏകദേശം 3 മണിക്കൂർ കഴിയുമ്പോൾ അന്നജം എന്ന 100 അഥവാ മാവ് അടിഞ്ഞു കിട്ടും. ഞങ്ങൾ 2-3 തവണ കലക്കി തെളിക്കും. അതെ, 2-3 തവണ കലക്കി തെളിക്കണം. ഒരിക്കൽ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും വെള്ളം ചേർത്ത് കലക്കി അടിയാനായി വെക്കണം. ഈ പ്രക്രിയ 3-4 തവണ ആവർത്തിക്കണം. അവസാനം അടിയുന്ന മാവ് വെയിൽ കൊള്ളിച്ചോ ഡ്രയറുകൾ ഉപയോഗിച്ചോ ഉണക്കിയെടുക്കണം. ഉണക്കി കിട്ടുന്ന മാവ് സൂക്ഷിച്ചു വെക്കാം. കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുവരില്ല. ശരിയാണ്. ഉണക്കിയ കൂവമാവിനെ കാറ്റുകടക്കാത്ത പാത്രങ്ങളിൽ ദീർഘനാൾ അടച്ചു സൂക്ഷിക്കാം. ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. 1 സെന്റ് കൂവ കൃഷിയിൽ നിന്നും 8 കിലോഗ്രാം മുതൽ 10 കിലോഗ്രാം വരെ കൂവമാവ് ലഭിക്കും. 1 കിലോ കൂവമാവിന് 250 രൂപ മുതൽ 400 രൂപ വരെ വിലയുണ്ട്. അപ്പോ കൂവ കൃഷി ആദായം തന്നെ. ആദായം മാത്രമല്ല സുമാര, ആഹാരവും ആരോഗ്യവും കൂവ കൃഷിയിലൂടെ കിട്ടും. കൂവപ്പൊടിയുടെ നിർമ്മാണം വനിതകൾക്കും യുവാക്കൾക്കും തൊഴിൽ നൽകുന്ന കുടിൽ വ്യവസായമാണ്. നമ്മുടെ നാട്ടിൽ അന്യം നിന്നുപോകുന്ന കൂവ കൃഷിയെ നമുക്ക് തിരികെ കൊണ്ടുവരണം. നമ്മുടെ എല്ലാം വീട്ടുവളപ്പുകളിൽ പ്രകൃതി സൗഹൃദമായ രീതിയിൽ കൂവ കൃഷി ചെയ്യുന്നതിലൂടെ ആഹാരവും ആരോഗ്യവും ആദായവും